എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് LP UP സിലബസ് ബേസ്ഡ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ആറ്റിങ്ങൽ കലാപം, മഞ്ചുതെങ്ങ് കലാപം, പഴശ്ശി കലാപം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറിച്യർ കലാപത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുൻപത്തെ വീഡിയോസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പഴശ്ശി കലാപത്തിൽ സഹായിയായി നിന്നത് ആദിവാസി വിഭാഗങ്ങളായിരുന്ന കുറിച്യരും കുറുമ്പരുമായിരുന്നു. പഴശ്ശി കലാപത്തെ അമർച്ച ചെയ്ത ശേഷം ബ്രിട്ടീഷുകാർ കുറിച്യരുടെയും കുറുമ്പരുടെയും നേരെ തിരിയുകയാണുണ്ടായത്. രണ്ടാം പഴശ്ശി കലാപത്തിനു ശേഷം അവരുടെ കൈവശമുണ്ടായിരുന്ന ചെറിയ ഭൂമികളെല്ലാം ബ്രിട്ടീഷുകാർ കൈയടക്കി. ആ സമയം വയനാട്ടിലെ ഗോത്രവർഗക്കാർ നടത്തിയിരുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമനമ്പി. അദ്ദേഹത്തെ രാമമൂപ്പൻ എന്നും അറിയപ്പെടുന്നു. കുറിച്യർ കലാപം ആരംഭിക്കുന്നത് വയനാട് ജില്ലയിലെ മല്ലൂരിൽ 1812 മാർച്ച് 25-നാണ്. അന്ന് രാമനമ്പിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ആ യോഗത്തെ പോലീസുകാർ ബലം പ്രയോഗിച്ച് പിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കുറിച്യർ കലാപം ഉടലെടുക്കുന്നത്. ലഹളയുമായി ബന്ധപ്പെട്ട് കുറിച്യരും കുറുമ്പരും ചേർന്ന് നികുതി പിരിക്കുന്നവരെ തടഞ്ഞു, ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം തടഞ്ഞു, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷുകാരുടെ ആയുധ കേന്ദ്രങ്ങൾ കലാപകാരികൾ ആക്രമിച്ചു. കുറിച്യരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. കുറിച്യർ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. അതുപോലെ തന്നെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ഗോത്ര കലാപം ഏതെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം എന്താണ്? കുറിച്യർ കലാപമാണ്. ഇനി വയനാടിലെ സ്വാതന്ത്ര്യ സമരം എന്നും കുറിച്യർ കലാപത്തിനെ അറിയപ്പെടുന്നു. കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ രാമനമ്പി, പ്ലാക്കച്ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, മാസിലോട്ടാടൻ യാമു, വെൺകൊലോൺ കേളു എന്നിവരായിരുന്നു. അതിൽ പ്ലാക്കച്ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകൊലോൺ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. രാമനമ്പിയെ ബ്രിട്ടീഷ് സൈന്യം വധിച്ചത് 1812 മെയ് 1-നാണ്. അദ്ദേഹത്തെ വധിച്ചതിന് ശേഷം 1812 മെയ് 8-ന് കുറിച്യർ കലാപം അടിച്ചമർത്തുകയും ചെയ്തു. കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പ്രർ. കുറിച്യർ കലാപത്തിൽ അവരുടെ സമരായുധമായിരുന്നത് അമ്പും വില്ലുമാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബറാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറിച്യർ കലാപം. നമുക്ക് അതിലെ മെയിൻ പോയിൻറ്റ്സുകൾ ഒന്നും കൂടെ പറയാം. കുറിച്യർ കലാപം ആരംഭിച്ച വർഷം 1812 മാർച്ച്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക. കുറിച്യർ കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയതും നികുതി പണമായി അടയ്ക്കാൻ അവരെ നിർബന്ധിച്ചതുമാണ്. കുറിച്യർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ പ്ലാക്കച്ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി, വെൺകൊലോൺ കേളു, മാസിലോട്ടാടൻ യാമു എന്നിവരായിരുന്നു. അതിൽ രാമനമ്പിയെ ബ്രിട്ടീഷുകാർ 1812 മെയ് 1-ന് വധിക്കുന്നു. അതിനുശേഷം 1812 മെയ് 8-ന് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്യുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുറിച്യ കലാപത്തിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ സീരീസാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്യുക. താങ്ക്